മയക്കുമരുന്ന് കടത്തും ഉപയോഗവും തടയുന്നതിനായി പുതിയ ഏജൻസി പ്രഖ്യാപിച്ച് UAE. നാഷണൽ ആന്റി നാർക്കോട്ടിക്സ് അതോറിറ്റി എന്ന പേരിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനാണ് പുതിയ ഏജൻസി പ്രഖ്യാപിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ നിലവിലുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആന്റി നാർക്കോട്ടിക്സിന് പകരം പുതിയ ഏജൻസിയാകും മയക്കുമരുന്ന് ഉപയോഗവും കടത്തും ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ കാര്യങ്ങൾ തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. മയക്കുമരുന്ന് വ്യാപനവും ഉപയോഗവും കർശനമായി തടയുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായാണ് UAE പുതിയ ഏജൻസി രൂപീകരിച്ചത്. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച നാഷണൽ ആന്റി നാർക്കോട്ടിക്സ് അതോറിറ്റിയെ ഷെയ്ഖ് സായിദ് ബിൻ ഹമദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ നയിക്കും. UAEയിലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അനുബന്ധ കുറ്റകൃത്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള കേന്ദ്ര ബോഡിയായി ഇത് പ്രവർത്തിക്കും. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുക, മയക്കുമരുന്ന് വ്യാപനവും ഉപയോഗവും തടയുന്നതിനുള്ള നയങ്ങൾ, നിയമനിർമ്മാണം എന്നിവ രൂപീകരിക്കുക തുടങ്ങിയവയാണ് നാഷണൽ ആന്റി നാർക്കോട്ടിക്സ് അതോറിറ്റിയുടെ പ്രധാന ചുമതലകൾ. മയക്കുമരുന്നുകൾക്ക് അടിമകളായവരുടെ ചികിത്സ, പുനരധിവാസം, മയക്കുമരുന്ന് ആസക്തിയെക്കുറിച്ചുള്ള പഠനം എന്നിവയ്ക്കും പുതിയ ഏജൻസി മേൽനോട്ടം വഹിക്കും. മയക്കുമരുന്ന്, സൈക്കോട്രോപിക് വസ്തുക്കൾ എന്നിവ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഒരു ദേശീയ പ്ലാറ്റ്ഫോം രൂപീകരിക്കുക, രാജ്യാന്തര മയക്കുമരുന്ന് ശൃംഖലകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നതിന് അന്താരാഷ്ട്ര ഏജൻസികളുമായും വിദേശ രാജ്യങ്ങളുമായും ഏകോപനം നടത്തുക എന്നിവയും ഏജൻസിയുടെ ഉത്തരവാദിത്വമാണ്. മയക്കുമരുന്ന് നിർമ്മാണത്തിൽ ഉപയോഗിക്കാവുന്ന രാസവസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതും അതോറിറ്റിയുടെ ചുമതലയാണ്. ഇത്തരം രാസവസ്തുക്കൾ നിയമാനുസൃതമായി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാൻ ലൈസൻസിംഗ് പ്രോട്ടോക്കോളുകൾ, വ്യാപാര സംഭരണ നിയമങ്ങൾ, കസ്റ്റംസ് നടപടിക്രമങ്ങൾ എന്നിവയ്ക്കും നാഷണൽ ആന്റി നാർക്കോട്ടിക്സ് അതോറിറ്റി രൂപം നൽകും. അമൃത ന്യൂസ്, ദുബായ്.